ചിലവരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ ഒരു താക്കോൽ വാക്കുണ്ടാക്കും. താക്കോൽ വാക്ക്. എന്താണ് താക്കോൽ വാക്ക്? ചിലവരൊക്കെ മരിക്കുമ്പം പറയത്തില്ല, അയാളൊരു നല്ല മനുഷ്യനായിരുന്നു, ആരെ കണ്ടാലും അനുകമ്പയുണ്ടായിരുന്നു, ആരെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കുമായിരുന്നു, ആരെ കണ്ടാലും സംസാരിക്കാതെ പോകില്ലായിരുന്നു, ആ വീട്ടിന് വേണ്ടി ഒത്തിരി അധ്വാനിച്ച വ്യക്തി, മക്കളെയൊക്കെ നല്ലവണ്ണം, എനിക്കൊരു കുറവുമുണ്ടാകാതെ നോക്കി. മനസ്സിലായോ? ഇതിനെയാണ് താക്കോൽ വാക്കെന്ന് പറയുന്നത്. നിങ്ങൾക്കങ്ങനെ ഒരു താക്കോൽ വാക്കുണ്ടോ? ഉണ്ടോ? ഞങ്ങൾക്ക് സെമിനറി പഠിക്കുമ്പോൾ ഞങ്ങൾ സെമിനറിയിൽ നിന്ന് പുറത്തേക്ക് പോയി എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട്. ഞാൻ പഠിച്ചത് മദ്രാസിലാണ്. അപ്പം സെമിനറിയുടെ കുറേ നടന്നു കഴിയുമ്പോൾ കുറേ കുടിലുകളുണ്ട്. അപ്പോൾ ഈ കുടിലിൽ എല്ലാം പാവങ്ങളൊക്കെയാണ് താമസിക്കുന്നത്. അതിനിടയ്ക്ക് ഇച്ചിരി ഒരു സാമ്പത്തികമുള്ള ഒരാളുണ്ട്. ഞങ്ങൾ ഇറങ്ങി വരുന്നത് കാത്തിങ്ങനെ നിൽക്കും. നിന്നിട്ട് ചോദിക്കും, സ്വാമി ഷാപ്പിട്ടാച്ച, സ്വാമി ഷാപ്പിട്ടാച്ച, ബ്രദറെ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാലും അയാൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മണത്ത് നോക്കും. മനസ്സിലായ? നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ട്. മണമില്ലെങ്കിൽ അദ്ദേഹം പറയും, വാങ്കസ്വാമി വാങ്കസ്വാമി. മനസ്സിലായ? നമ്മളെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ചായ തരും, ചിലപ്പോൾ എന്തെങ്കിലും കടി തരും. അദ്ദേഹത്തിൻ്റെ കീ വേർഡ് എന്ന് പറയുന്നത് ഷാപ്പിട്ടാച്ച. കർത്താവിൻ്റെ ഒരു കീവേഡ് അവർക്ക് വിശക്കുന്നു. എന്തായിരുന്നു? അവർക്ക് ജനക്കൂട്ടം വന്നിരുന്ന് ഇങ്ങനെ പ്രസംഗം കേട്ടോണ്ടിരുന്നേ. ഇനി അവരെ വെറുതെ വിട്ടാൽ അവർ വഴിയിൽ തളരും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കുക. ഹല്ലേലൂയ. അപ്പം ഞങ്ങളുടെ ഈ അപ്പമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. പക്ഷെ കർത്താവ് പറയും, നിങ്ങൾ തന്നെ കൊടുക്കണം. ഈ വിശപ്പ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈ വിശപ്പിനെക്കുറിച്ച് കർത്താവ് പറയുന്ന ഒരു കീവേഡാണിത്. അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. നിനക്ക് വിശക്കുന്നുണ്ടോ? ഞാൻ ഈ കോളേജിലായിരുന്നു 20 വർഷത്തോളം. ഒരു ദിവസം കോളേജിൽ അധ്യാപകർക്കെല്ലാം ഭക്ഷണം മീറ്റിംഗ് കഴിഞ്ഞ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇത് ഗ്ലാസ് പ്ലേറ്റ് എല്ലാം അറേഞ്ച് ചെയ്യുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് 50-50 വയസ്സുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു സഹോദരി. അപ്പോൾ അവർ ഇതെല്ലാം ശരിയായോ എന്ന് നോക്കാനായിട്ട് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഗ്ലാസ് വീണ് പൊട്ടുന്നത് കണ്ടു. മനസ്സിലായ? ഭയങ്കര ശബ്ദത്തോടൊരു ഗ്ലാസ് തറയിൽ വീണ് പൊട്ടി. അപ്പോൾ ഞാനങ്ങോട്ട് വാതിലിലോട്ട് കയറിയപ്പോൾ ഈ സ്ത്രീയെ കാണുന്നില്ല, പക്ഷേ ഗ്ലാസ് എല്ലാം പൊട്ടി ഇങ്ങനെ കേട്ടോ. ഞാൻ നോക്കുമ്പോൾ കതകിൻ്റെ ആലില പോലെ വിറയ്ക്കുന്ന ഈ സഹോദരിയെ കണ്ടു. അവരിങ്ങനെ പറയാനൊരുങ്ങാണ്, അച്ഛാ ഇങ്ങനെ എടുത്തപ്പോൾ വീണുപോയെന്നൊക്കെ പറയാൻ. ഞാൻ പറഞ്ഞ്, ഗ്ലാസ്സല്ലേ, താഴെ വീണാൽ പൊട്ടും, അത് സാരമില്ല, അത് സാരമില്ല. അപ്പോൾ അവർ ആ ഇടുക്കിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അച്ഛാ ഇപ്പോഴാശ്വാസമായത്, ഇപ്പോഴാ സാരമില്ല എന്നൊരു വാക്ക് നമ്മുടെ അടുത്ത് നിൽക്കുന്നവരോട്, നമ്മുടെ ചുറ്റുമുള്ളവരോട്, നമ്മുടെ മക്കളോട് ചില കാര്യങ്ങളിൽ പറയാൻ തുടങ്ങുമ്പോൾ യേശുവിൻ്റെ സുഗന്ധം നമ്മിലേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാരമില്ല, സോറി, ഒരു സോറി പറയാനുണ്ടോ? ഞാൻ ഫാമിലി അപ്പോസിലേറ്റ് വർക്ക് ചെയ്ത ഒരാളാണ്. അവിടെ ഈ അരമന കോടതിയിലേക്ക് കേസ് കൊടുക്കുന്നതിന് മുമ്പേ ദമ്പതിമാരെ വിളിക്കും. ഒരു ദിവസം കോടതി വെച്ച് ഇവരെ വിവാഹം വേർപിരിഞ്ഞതിന് ശേഷം
അരമന കോടതിയിൽ കൊടുക്കാനായിട്ട് അപേക്ഷയുമായിട്ട് വന്നു. ഒരു കുഞ്ഞുമുണ്ട്. അപ്പോൾ ഭാര്യയും ഭർത്താവും ഇങ്ങനെ എൻ്റെ മുമ്പിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് പറയാണ്, അച്ഛ, ഇവളൊരു സോറി പറയാൻ തയ്യാറായിരുന്നെങ്കിൽ ഞങ്ങൾ പിരിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവളൊരു സോറി പറയാൻ തയ്യാറായിരുന്നെങ്കിൽ ഞങ്ങൾ പിരിയത്തില്ലായിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും ഇതുപോലുള്ള കീ വാക്കുകൾ ഉപയോഗിക്കാനായിട്ട്, താക്കോൽ വാക്കുകൾ ഉപയോഗിക്കാൻ മറന്നു പോകുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നു.